PM ശ്രീ വിഷയത്തിൽ സിപിഐക്ക് മുന്നിൽ മുട്ടുമടക്കിയത് മുഖ്യമന്ത്രിയോ സിപിഎമ്മോ? വിവാദത്തിന് ഉണ്ടായത് താൽക്കാലിക വിരാമമോ? പകൽ വാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മുട്ടുമടക്കി സിപിഎം. PM ശ്രീ വിവാദത്തിൽ സിപിഐക്ക് വഴങ്ങി. ധാരണാപത്രം മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്തയക്കും. വിഷയം പഠിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. മന്ത്രിസഭാ യോഗത്തിൽ സിപിഐ മന്ത്രിമാർ പങ്കെടുക്കും. കലൂർ സ്റ്റേഡിയം വിവാദം രാഷ്ട്രീയമായി നേരിടാൻ സിപിഎം. സ്റ്റേഡിയം കൈമാറ്റത്തിൽ GCDAക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ചന്ദ്രൻ പിള്ള. GCDയുടെ നിർണായക യോഗം ചേർന്നു. യുവമോർച്ച മാർച്ചിൽ സംഘർഷം. ഷാഫി പറമ്പിലിനെതിരെ നിയമ നടപടിക്ക് വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് റൂറൽ SP-യോട് അനുമതി തേടി. അഭിലാഷിന്റെ അപേക്ഷ SP DGPക്ക് കൈമാറി. MP അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയെന്ന ആരോപണം. ആന്ധ്രയിൽ നാശം വിതച്ച് മോന്ത ചുഴലിക്കാറ്റ്. 6 പേർ മരിച്ചു. ചുഴലിക്കാറ്റിന്റെ ശക്തി ക്ഷയിച്ചു. സംസ്ഥാനത്തും മഴ തുടരുന്നു. ദേശീയപാത 85-ൽ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത. और ये तस्वीर इस समय आपको दिखा रहे हैं जब टेक ऑफ इस समय विमान कर चुका है राफेल, जिसमें राष्ट्रपति द्रौपदी मुर्मू. ചരിത്രം കുറിച്ച് രാഷ്ട്രപതി റഫാൽ യുദ്ധവിമാനത്തിൽ പറന്നു. യാത്ര ഹരിയാനയിലെ അംബാല എയർബേസിൽ നിന്ന്. രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്നത് ഇത് 2ാം തവണ. PM ശ്രീ വിവാദത്തിൽ CPM CPI തർക്കം ഒടുവിൽ സമവായത്തിലെത്തി. ധാരണാപത്രം മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്തയക്കാനാണ് തീരുമാനം. വിഷയം പഠിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കാനും ധാരണയായി. ഉപസമിതി റിപ്പോർട്ട് ലഭിക്കും വരെയാണ് കരാർ മരവിപ്പിക്കുക. ഒത്തുതീർപ്പ് വ്യവസ്ഥയോട് CPIക്ക് യോജിപ്പായതിനാൽ വൈകിട്ട് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കും. CPM നിലപാട് അറിയിച്ചതിന് പിന്നാലെ ബിനോയ് വിശ്വം, മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ള CPI നേതാക്കൾ AKG സെന്ററിലെത്തി CPM നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി VV അരുണും ഡാൻ കുര്യനും ചേരുന്നു. ആദ്യം അരുണിലേക്ക്. സമവായത്തിലെത്തി, അതോടൊപ്പം തന്നെ കടുപ്പിച്ച CPIക്ക് മുന്നിൽ വഴങ്ങി. അങ്ങനെ 2 തരത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ മുട്ടുമടക്കേണ്ടി വന്നത് CPM-നാണോ അതോ മുഖ്യമന്ത്രിക്ക് തന്നെയാണോ? നേരിട്ട് നടത്തിയ ചർച്ച പോലും പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഏതായാലും ഇടതു മുന്നണിയിൽ കലങ്ങിക്കൊണ്ടിരുന്ന ആ രാഷ്ട്രീയ സാഹചര്യം മാറുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഉണ്ടായിരിക്കുന്നത് ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണോ? എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അപർണ, താൽക്കാലികമായെങ്കിലും CPIയുടെ രാഷ്ട്രീയ വിജയമായി തന്നെ ഇതിനെ കാണണം. CPM-ന് വഴങ്ങേണ്ടി വന്നു. മുന്നണിയിലെ വല്യേട്ടനാണ് എന്ന പൊതുവിൽ അഹങ്കരിക്കപ്പെടുന്ന പാർട്ടിയാണ്, അല്ലെങ്കിൽ അത്തരം വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്ന പാർട്ടിയാണ് CPM. അവിടെ ഇത്തവണ CPIക്ക് മുന്നിൽ CPM-ന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ നിർണായക യോഗത്തിന് ശേഷം CPIയുടെ നേതാക്കൾ MN സ്മാരകത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. AK സെന്ററിലെ കൂടിക്കാഴ്ചകൾക്ക് ശേഷം CPI നേതാക്കൾ MN സ്മാരകത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. ബിനോയ് വിശ്വവും അതുപോലെ തന്നെ 2 അസിസ്റ്റന്റ് സെക്രട്ടറിമാരും മന്ത്രിമാരും ഒക്കെ അവിടുത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഏതായാലും ഒരു രാഷ്ട്രീയ വിജയം നേടിയ ശേഷമുള്ള മടങ്ങിവരവായതിനെ കാരണം. തീരുമാനങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. CPIയുടെ സെക്രട്ടേറിയറ്റ് ഇവിടെ ചേരാനുണ്ട്. അതിനുശേഷമാകും വൈകിട്ട് 4 മണിക്ക് മന്ത്രിമാർ മന്ത്രിസഭയിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഏതായാലും അക്ഷരാർത്ഥത്തിൽ മുന്നണിയെ പിടിച്ചുകുലുക്കിയ വിവാദമായി PM ശ്രീ വളർന്നിരുന്നു. മുന്നണിയുടെ 45 വർഷത്തെ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന ആശങ്കയുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ മന്ത്രിസഭയിൽ നിന്ന് 4 CPM മന്ത്രിമാർ രാജിവെക്കുമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ഒരു പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കുകയാണ്. CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് രാവിലെയാണ് CPI ജനറൽ സെക്രട്ടറി D രാജയ്ക്ക് ഒരു കത്ത് നൽകിയത്. അത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ
ഒരു മന്ത്രിസഭാ ഉപസമിതിയെ വയ്ക്കും. ആ ഉപസമിതി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതുവരെ ഈ കരാർ മരവിപ്പിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. ഇതായിരുന്നു CPM മുന്നോട്ട് വച്ച ഒത്തുതീർപ്പ് ഫോർമുല. CPIയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ആ ഫോർമുല ചർച്ച ചെയ്തു. അതിനുശേഷമാണ് CPM ചർച്ചയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ബിനോയ് വിശ്വ നേതാക്കളും MN സ്മാരകത്തിന്റെ AK സെന്ററിലേക്ക് എത്തി ആ ചർച്ചയിൽ പങ്കെടുത്തത്. ആ ചർച്ചയ്ക്ക് ശേഷം നേതാക്കൾ തിരികെ വരികയും ചെയ്തു. ഏതായാലും ഏറെക്കുറെ ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനപ്പുറത്തേക്ക് ഇനി കാര്യമായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിലും വൈകിട്ട് ഈ CPM മന്ത്രിമാർ ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് 3:30 ഇവിടെ മന്ത്രിസഭാ ഇപ്പോൾ GR മന്ത്രിമാർ ഇവിടേക്ക് വരുന്നുണ്ട്. മന്ത്രിസഭാ യോഗമുള്ള ദിവസങ്ങളിൽ മന്ത്രിമാർ സാധാരണ MN സ്മാരകത്തിന്റെ നേതാക്കളുമായി ചർച്ച നടത്താറുണ്ട്, ഫ്രാക്ഷൻ ചേരാറുണ്ട്. എല്ലാം കലങ്ങി തെളിഞ്ഞു എന്നാണോ? എല്ലാം പോസിറ്റീവായി അവസാനിക്കുന്നത് വലിയ അതെല്ലാം സെക്രട്ടറി പറയും. എല്ലാം ആകണമെന്നാണല്ലോ നമ്മളിൽ ആഗ്രഹം. മന്ത്രിസഭാ യോഗത്തിൽ പോകാൻ തയ്യാറായി. അല്ല, അങ്ങനെ ഒരു വിഷയം നമ്മളാരെങ്കിലും പറഞ്ഞോ? പോകില്ലാതെ പറഞ്ഞിട്ടില്ലല്ലേ? അങ്ങനെ ഒരു വാക്ക് നമ്മൾ ആരെങ്കിലും പറഞ്ഞു? എന്തായാലും നന്നായി കാര്യങ്ങൾ അവസാനിക്കുന്ന മാധ്യമമുണ്ടാക്കിയ പ്രശ്നങ്ങളാണെന്ന് കൂടെ ഇല്ല അങ്ങനെ പറയില്ല. അങ്ങനെ ഒരിക്കലും പറയില്ല. മാധ്യമങ്ങളോട് ഏറ്റവും ബഹുമാനവും സ്നേഹവുമാണ്. അങ്ങ് തടസ്സം നമ്മളങ്ങനെ പോകില്ലെന്ന് പറഞ്ഞോ? ഞാൻ എന്റെ നാവിൽ നിന്ന് കേട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? ആരുടെ നാവിൽ നിന്നും അങ്ങനെ കേട്ടിട്ടില്ല. അതുതന്നെയാണ് നിലപാട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു ഘട്ടത്തിലും CPIയുടെ ഒരു നേതാവും മന്ത്രിസഭായോഗത്തിൽ വിട്ടുനിൽക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ല. അതുതന്നെയാണ് അവർക്ക് ഇനി പറഞ്ഞു നിൽക്കാനുള്ള കാര്യം. അതിപ്പോൾ GRL വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഒരു കാര്യം ഉറപ്പിക്കാം, CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. പ്രശ്നങ്ങൾ കലങ്ങിത്തെളിഞ്ഞിരിക്കുന്നു. ഇടതുമുന്നണിയിലെ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമായിരുന്ന വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. PMC എന്ന ഇടത് സർക്കാരിന്റെ ഇടതുമുന്നണിയുടെ നയത്തിന് വിരുദ്ധമായ കായ്വത്കരണം അടിച്ചേൽപ്പിക്കപ്പെടുമെന്നവർ മിനിറ്റ് പ്രസംഗിച്ചിരുന്ന PMC എന്ന പദ്ധതിയിൽ ഒപ്പിടാനുള്ള തീരുമാനം, എടുത്തുചാടിയുള്ള വിദ്യാഭ്യാസ തീരുമാനത്തിൽ നിന്ന് അവർ ഏറെക്കുറെ പിന്മാറുകയാണ്. അത് മരവിപ്പിക്കാൻ ഉള്ള സർക്കാരിന്റെ തീരുമാനം കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. ഒരു മന്ത്രിസഭാ ഉപസമിതി ഇന്ന് തന്നെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചേക്കും. ആ മന്ത്രിസഭാ ഉപസമിതി കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതുവരെ ഈ കരാർ മരവിപ്പിക്കും. PMC കരാർ മരവിപ്പിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ താൽപര്യം. ഇനി തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഏതായാലും രാഷ്ട്രീയമായ എത്തും ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ CPM തയ്യാറായിരിക്കുന്നു. CPIയുടെ കടുത്ത സമ്മർദ്ദത്തിന്, CPIയുടെ കടുത്ത നിലപാടുകൾക്ക് ഒരു കൃത്യമായ ഒരു പ്രത്യയശാസ്ത്ര വിഷയം, നയപരമായ വിഷയം ഉയർത്തിപ്പിടിച്ചുള്ള CPIയുടെ ഒരു മുന്നണിക്കുള്ളിലെ പോരാട്ടത്തിന് ഫലം കണ്ടെത്തിയിരിക്കുന്നു. വിജയശ്രീലാളിതരായി തന്നെയാണ് CPI നേതാക്കൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്താണ് ഇനി അവരുടെ പ്രതികരണങ്ങൾ? ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരാനുണ്ട്. അതിനുശേഷം മന്ത്രിമാർ 4 പേരും K രാജനും GR അനിലും J ചിഞ്ചുറാണിയും അതുപോലെ P പ്രസാദും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. VV അരുൺ, ഞാൻ എത്താം തിരികെ. ഡാൻ കുര്യൻ കൂടി ചേരുന്നു AK സെന്ററിന് മുന്നിൽ നിന്ന്. ഡാൻ, CPIയുടെ ഉടക്ക് മാറ്റുകയില്ല എന്നുള്ളൊരു നിലപാട് ഒരു പുനരാലോചനയിലേക്ക് CPMനെ നിർബന്ധിതമാക്കുന്നു. ഈ 45 കൊല്ലത്തെ ഒരു മുന്നണി ബന്ധം ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ ഈ കാര്യങ്ങൾ പോകുന്നതിൽ നിന്ന് താൽക്കാലികമായിട്ട് ഒരു രക്ഷപ്പെടൽ അടുത്ത ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണിയെ ഒറ്റക്കെട്ടാണ് എന്ന് ആവർത്തിക്കാൻ കഴിയുകയും ചെയ്യും. പക്ഷേ ഈ വിഷയം രാഷ്ട്രീയപരമായിട്ട് CPMന് ഏത് തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്? ഈ വിഷയത്തിൽ എടുത്ത തീരുമാനം ഇപ്പോൾ CPIയുടെ തീരുമാനത്തിന് വഴങ്ങേണ്ടി വന്നത്, അത് ഏത് തരത്തിൽ കൂടിയായിരിക്കും പാർട്ടി കണക്കാക്കുക? മുന്നണിയിലെ വലിയേട്ടൻ തിരിച്ചടി നേരിടേണ്ടി വന്നു എന്ന തരത്തിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഏത് തരത്തിലാണ് ആലോചനകളും ചർച്ചകളും ഒക്കെ നടക്കുന്നത്? അപർണ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി അപ്രതീക്ഷിതമായി LDFൽ കാർമേഘമായി ഇരുണ്ടുകൂടിയത്. അതായത് ഒരുപക്ഷെ CPI മന്ത്രിമാരെ തന്നെ പിൻവലിച്ചേക്കും, രാജിവെച്ച് 4 CPIയുടെ മന്ത്രിമാരും അവരുടെ എതിർപ്പ് പരസ്യമാക്കും, അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് വഴിവെക്കും എന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ ചർച്ചകളൊക്കെ മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം CPIയുടെ തന്നെ പോഷക സംഘടനകളായ AYFും ASFും ഒക്കെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ആ മാർച്ച് വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കുമൊക്കെ വഴിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളിൽ എത്തുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഈ മഞ്ഞുരുക്കലിനുള്ള അനുനയ നീക്കം
CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായതെന്ന് വേണം പറയാൻ. സമാനമായൊരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും ഈ ഒരു പ്രശ്നം മുന്നണി ബന്ധത്തെ ശിഥിലമാക്കുന്ന തരത്തിലേക്ക് ബാധിക്കുമോ എന്നൊരു ആശങ്ക ഉയരുന്നതിനിടയിലാണ് നേതൃത്വം കൃത്യമായൊരു ഇടപെടൽ നടത്തുകയും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI-യുടെ പ്രതിനിധികൾ വിട്ടുനിന്നാൽ അതുണ്ടാക്കാൻ ഇടയുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും തിരിച്ചടികളെക്കുറിച്ചും തിരിച്ചറിഞ്ഞ CPM നേതൃത്വം ഈ ഗത്യന്തരമില്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുകയായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഏതെങ്കിലും വിധത്തിൽ CPI-യുടെ മന്ത്രിമാർ ഇന്ന് നടക്കേണ്ടിയിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് ഉണ്ടാക്കാനിടയുള്ള ചർച്ചകൾ, വരാൻ പോകുന്ന വിമർശനങ്ങൾ, അത് ദേശീയ തലത്തിൽ അടക്കം ചർച്ചയാക്കി മാറ്റാൻ BJP നടത്തുന്ന ശ്രമങ്ങൾ, അതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരുമായിരുന്നു LDF-ന്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം MA ബേബി ഉൾപ്പെടെയുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തുകയും ഒരു സമവായ നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി ഇപ്പോൾ മുമ്പിട്ട് വെച്ചിരിക്കുന്ന മന്ത്രിസഭാ ഉപസമിതി ഏത് തരത്തിലായിരിക്കും ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുക, അതിനുശേഷം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ CPI തൃപ്തരാകുമോ, അതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, CPM-നെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ CPI ഇവിടെ എടുത്ത ഒരു കർശനമായ നിലപാട്, ആ നിലപാടിന്റെ പേരിൽ CPM-ന് അവർ മുമ്പോട്ട് വെച്ച ഈ PM ശ്രീ പദ്ധതിയിലെ MOU-ൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും പിൻവാങ്ങേണ്ടി വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, അത് കൃത്യമായി രാഷ്ട്രീയമായി ഗുണം ചെയ്യുക CPI-ക്കായിരിക്കും. കാരണം CPI അങ്ങനെയൊരു എത്ര കണ്ട് അഭിമാനമുണ്ടെങ്കിൽ തിരിച്ചു വരണം, UDF-ന്റെ ഭാഗമാകണം എന്നൊക്കെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വാദിച്ചുകൊണ്ട് ഇരുന്ന സ്ഥലത്ത് നിന്ന് CPI മുമ്പോട്ട് വെച്ച കാർക്കശ്യം നിറഞ്ഞ നിലപാടിലേക്ക് CPM-നും എത്തേണ്ടി വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത് CPI-ക്ക് രാഷ്ട്രീയമായി വലിയ ഗുണം ചെയ്യുന്ന സാഹചര്യമായി മാറും. അവിടെയും ഇത് ഏതെങ്കിലും തരത്തിൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാതിരിക്കുക എന്നത് തന്നെയാണ് CPM-ന് ഇങ്ങനെയൊരു വിട്ടുവീഴ്ചയ്ക്ക് ഈ നിർണായക ഘട്ടത്തിൽ തയ്യാറാക്കേണ്ടി വന്നത് എന്നതാണ് വസ്തുത. റൈറ്റ്. ഡാൻ കുര്യൻ ഒരിക്കൽ കൂടി VV അരുണിലേക്ക്. അരുൺ, അപ്പോഴും പ്രതിപക്ഷം ഈ വിഷയം ഏത് തരത്തിലാണ് എടുക്കുന്നത്? കോൺഗ്രസ് ഏത് തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയാണ് ഇനിയുള്ള സമയങ്ങളിൽ ഉയർത്തുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. CPM-നകത്ത് തന്നെ ഈ വിഷയത്തിനകത്ത് ചില ധാരണാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ മറുഭാഗത്ത് നിന്ന് വന്നതാണ്. സ്വാഭാവികമായിട്ടും CPM തന്നെ തിരുത്തുകയാണല്ലോ ഉണ്ടായത് എന്ന് പറഞ്ഞ BJP നേതാക്കന്മാരുമുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള വിമർശനങ്ങൾ ഇനിയും ഉയരാം. അത് മുന്നണിക്കകത്ത് തന്നെ ഭിന്നതയുണ്ടായിരുന്നു, ഈ വിഷയം സംബന്ധിച്ച് CPM-നകത്ത് തന്നെ ഭിന്നതയുണ്ടായിരുന്നു എന്നുള്ളൊരു ആരോപണം ഒരു പക്ഷേ അടുപ്പിച്ചേക്കാം. അതൊരു വശത്ത്. ഒപ്പം ഇതിൽ ഉണ്ടായിരിക്കുന്ന ഈ തീരുമാനം, ഇത് നേരത്തെ പറഞ്ഞ ഒരു താൽക്കാലിക വിരാമം മാത്രമാണോ, അതോ അതിലൊരു പൂർണ്ണമായുള്ള ഒരു തീരുമാനത്തിലേക്ക് വരിക മന്ത്രിസഭാ ഉപസമിതി തീരുമാനത്തിനു ശേഷം, അങ്ങനെ കൂടി കാത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ടോ? തീർച്ചയായിട്ടും അത്തരം ചർച്ചകൾ ഇനിയും തുടരും. മന്ത്രിസഭ ഉപസമിതി തീരുമാനിച്ചാലും അതിലൊക്കെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ CPI-യും ഈ പൂർണ്ണമായും CPM-ന്റെ കത്ത് അംഗീകരിക്കുകയല്ല ചെയ്തത്. പകരം ഒരു ബദൽ കത്ത് CPI ഇപ്പോഴത്തെ അല്പം മുമ്പ് നടന്ന യോഗത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ പാർട്ടി തയ്യാറാക്കിയ കത്തിലെ പോയിന്റുകൾ കൂടി ഈ കേന്ദ്രം നൽകുന്ന കത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം CPI മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് ഈ കത്ത് പരസ്യമാക്കണമെന്ന ആവശ്യം കൂടി CPI നേതൃത്വത്തെ അറിയിച്ചു. ഏത് തരത്തിലാണ് CPM അത് കൈകാര്യം ചെയ്യുക എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നീക്കം CPI-യുടെ ഭാഗത്ത് ഇപ്പോഴും തുടരുന്നു. കാര്യങ്ങൾ അനുകൂലമാണ്. CPM അതുമായി ആ നിലപാടുകൾ അംഗീകരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വൈകിട്ടത്തെ മന്ത്രിസഭയിൽ പങ്കെടുക്കും. എങ്കിലും ഇത്തരം കാര്യങ്ങൾ കൂടി ഭാവിയിൽ വരും. കോൺഗ്രസ് ഇതിനകം വിമർശനവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. നേരത്തെ തന്നെ ഈ കരാറിൽ ഒപ്പിടാമെന്ന നിലപാടെടുത്ത ഒപ്പിടുന്ന തെറ്റില്ല നിലപാടെടുത്ത പ്രതിപക്ഷ പിന്നീട് അത് തിരുത്തി ഒരു കാരണവശാലും ഒപ്പിടാൻ പാടില്ല എന്ന നിലപാടിലേക്ക് CPI മുന്നണിക്ക് പുറത്തേക്ക് ക്ഷണിച്ചു, UDF-ലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള നീക്കമൊക്കെ നടത്തിയിരുന്നു. BJP വൈകി വന്ന വിവേകമായാണ് ഇതിനെ പരിഹസിച്ചത്, CPM-ന്റെ നടപടിയെ പരിഹസിച്ചത്. ഇപ്പോൾ ഇന്ന് വൈകിട്ട് 2:30-ക്ക് BJP നേതാവ് മുരളീധരൻ മാധ്യമങ്ങളെ വീണ്ടും കാണുന്നത് സ്വാഭാവികമായും ഈ വിഷയത്തിന്റെ പ്രതികരണം അറിയിക്കാൻ തന്നെയാകും. എന്ത് പറഞ്ഞാലും ഇത്തരം കാര്യങ്ങളിൽ CPM-ന് ഇനിയും ചില തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും, വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വരുമെങ്കിലും മുന്നണിയെ അസ്വാരസ്യപ്പെടുത്തുന്ന, മുന്നണിയെ അസ്ഥിരമാക്കുന്ന ഒരു തരത്തിലെ കാര്യങ്ങൾ പോയത് അവിടെ അത് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നത് CPM-നും ആശ്വസിക്കാം. രാഷ്ട്രീയമായി CPI-ക്ക് കൂടുതൽ നേട്ടമുണ്ടാകുമ്പോഴും CPM-നും ആശ്വസിക്കാവുന്ന തരത്തിലുള്ള ഇതിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാർ വിട്ടുനിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായെങ്കിൽ തീർച്ചയായും അത് മുന്നണിയുടെ മുന്നോട്ട് പോക്കത്തിന് വലിയ രീതിയിൽ ബാധിക്കുന്ന,
പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അത്തരം അസ്വാരസ്യങ്ങൾ മുന്നണിയിൽ ഉണ്ടാകുന്നത് ഒരു കാരണവശാലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഗുണകരമായി മാറുന്ന ഒരു കാര്യമായി മാറില്ലായിരുന്നു. റൈറ്റ്. വി അരുണും ഒപ്പം ഡാൻ കുര്യനും വിവരങ്ങൾ നൽകിയത്. ഏതായാലും CPIയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ വിജയം കൂടിയായി ഇത് മാറുകയാണ്. മുന്നണിയുടെ കെട്ടുറപ്പ് ബാധിക്കുന്നില്ല ഈ വിവാദം എന്നുള്ള കാര്യം പുറത്തേക്ക് സന്ദേശമെത്തിക്കാൻ CPM-ന് വഴങ്ങേണ്ടതായി വന്നിരിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. നെല്ല് സംഭരണ പ്രതിസന്ധിയിൽ പരിഹാരമാകുന്നു. നാളെ മുതൽ സംഭരണം തുടങ്ങിയേക്കും എന്നുള്ള വാർത്തകളാണ്. മില്ലുടമകളുമായുള്ള ചർച്ച പോസിറ്റീവാണെന്ന് മന്ത്രി P. പ്രസാദ്. പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശങ്ങൾ വന്നു. മില്ലുടമകൾ ഇന്ന് തന്നെ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് ധാരണ. ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം വരുന്നുണ്ട്. ഞാനത് കൃത്യമായും മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും. ഇന്നലെ നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചിരുന്നു. വളരെ അനുകൂലമായ തീരുമാനത്തിലേക്കാണ് മില്ലുടമകൾ എത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ അക്കാര്യത്തിലൊരു കാര്യം പുറത്തു പറയും. മിക്കവാറും വളരെ വേഗത്തിലാണ്. മിക്കവാറും ഇന്ന് തന്നെ ആ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നെല്ലെടുപ്പിനകത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അനിശ്ചിതത്വം ഇന്നത്തോടെ മാറും. കലൂർ സ്റ്റേഡിയം വിവാദം രാഷ്ട്രീയമായി നേരിടാൻ CPM. കോൺഗ്രസ് മുതലെടുപ്പിന് അവസരം ഒരുക്കരുതെന്ന് GCDA കൌൺസിലെ പാർട്ടി ഫ്രാക്ഷനിൽ ധാരണയായി. സ്റ്റേഡിയം കൈമാറ്റത്തിൽ GCDAക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് ചെയർമാൻ K. ചന്ദ്രൻപിള്ളയും CPM ജില്ലാ നേതൃത്വവും ആവർത്തിച്ചു. വിവാദങ്ങൾക്കിടെ GCDAയുടെ നിർണായക യോഗം തുടരുകയാണ്. കുറേയേറെ വന്നിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങൾക്കും കൊടുക്കുക, ഒന്നും മറയ്ക്കാനില്ല. കരാറുണ്ടെങ്കിൽ അത് പുറത്തുവിടും, അതിന്റെ രേഖകൾ പുറത്തുവിടും. ഇല്ല, സ്പോർട്സ് കേരള ഫൗണ്ടേഷന് സ്റ്റേഡിയം മാച്ചിന് വേണ്ടി തയ്യാറാക്കാൻ കൈമാറിയിട്ടുണ്ട്. അത് രേഖാപരമാണ്. അത്രയും. സ്പോൺസർക്ക് കൈമാറിയതാണ് ഇതിലെ വിവാദം. സ്പോൺസർക്ക് GCDA കൈമാറിയിട്ടില്ല. അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു PSU ആണ്. അതിന്റെ MD വിഷ്ണുരാജ് IAS ആണ്. അത് ഗവൺമെന്റ് സ്ഥാപനമാണ്. അവർക്കാണ് കൈമാറിയിട്ടുള്ളത്. GCDയും സ്പോൺസറും തമ്മിൽ നേരിട്ട് ഇടപാടുകളൊന്നുമില്ല. അവര് അവിടുത്തെ ടൂർണമെന്റ് കൊണ്ടുവന്നിരുന്നതിലേക്ക് ഞങ്ങൾ ബന്ധമുണ്ട്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മേൽനോട്ടമുണ്ട്. സ്റ്റേഡിയം കൈമാറ്റത്തിൽ ഒരു നേരിട്ടുള്ള ഇടപാട് കൈമാറ്റം അവർക്ക് കൈമാറിയിട്ടില്ല. SKF കൊടുത്തിട്ട് കേരള ഗവൺമെന്റ് സ്ഥാപനത്തിനല്ലേ കൊടുത്തിട്ട് കളി നടക്കണ്ടേ? ഇഷ്ടമുള്ളതും ചെയ്യാൻ പറ്റില്ല. അതിന് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ചെയ്യുന്ന ഓരോന്നും കൃത്യമായി പരിശോധിച്ച് എത്ര പണം മുടക്കി എന്ന് ചെയ്യുന്ന ആര് പറഞ്ഞു 70 കോടി? അപ്പൊ അതിന് എനിക്കെന്താ ഉത്തരവാദിത്വം? സ്പോൺസർ 70 കോടി എന്ന് പറയുന്നത് ഞാൻ ഏറ്റെടുക്കണം. അവിടെ നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ലൈറ്റുകൾ മാറ്റലാണ്. ലൈറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ അവിടെ ഉള്ളത് ഹാലോജൻ ലൈറ്റുകളാണ്. LED വേണമായിരുന്നു. അതിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത് ഈ കളിക്ക് വേണ്ടി സ്റ്റേഡിയം ക്വാളിഫൈ ചെയ്യുന്ന നടപടികളിൽ ഒന്നാണ്. നിങ്ങളുടെ ആവശ്യം അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. അത് ചെയ്ത തെറ്റായി പോയി എന്നാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? പൊതുമുതലാണല്ലോ GCDയുടെ പൊതുമുതലായിട്ട് ഒരു സ്റ്റേഡിയം ഒരു ടെൻഡർ നടപടികളോ അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള ലേലം വിളിയോ കൊടുക്കാന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ ഈ ആവേശമെല്ലാം നല്ലത് തന്നെയാണ്. ചുരുങ്ങിയ ദിവസങ്ങൾക്കകത്ത് അവിടുത്തെ വർക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റേഡിയം കൈമാറി. ഒന്നാമത് GCD നേരിട്ട് പണം മുടക്കുന്നില്ല. മെസ്സി വരണമെന്നും ഇവിടെ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ കളികൾ നടക്കണമെന്നുള്ളത് കേരളത്തിന്റെയും നമ്മുടെ നാടിന്റെ എല്ലാവരുടെയും ആവശ്യമാണ്. മുഴുവൻ കായിക പ്രേമികളും വളരെ ആവേശത്തിലായിരുന്നു ഇതിനെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏറ്റവും ഒടുവ് വന്ന വാർത്ത പ്രകാരം അതിന്റെ ഡേറ്റ് മാറുന്നു എന്ന വാർത്ത പുറത്തു വന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയമായി ചോദിക്കുന്നതിനോ മറുപടി പറയണതിനൊന്നും ഒരു പ്രയാസമില്ല. പക്ഷെ ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ടതെന്താണ്? ആ സ്റ്റേഡിയത്തിലേക്ക് ഒരു സംഘം അതിക്രമിച്ച് കയറുന്നു. അത് നശിപ്പിക്കാൻ ആവശ്യമാവുന്ന രൂപത്തിലേക്ക് ഒരു ഇന്റർനാഷണൽ മാച്ച് കളിക്കുമ്പോൾ നടത്തേണ്ട സൂക്ഷ്മതയോടെയുള്ള പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആ പ്രവർത്തനം പൂർത്തീകരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. എന്തിനാണ് അങ്ങനെ കയറുന്നത്? അപ്പം മെസ്സി വരരുത്, ഈ പരിപാടി നടക്കരുത് എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നല്ലേ അത് കാണിക്കുന്നത്. അപ്പം രാഷ്ട്രീയമായി ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം ഇതിനെ മാറ്റുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ഇത് അലങ്കോലപ്പെടുത്താൻ കഴിയുമോ എന്ന നിലയിലേക്കാണ് കോൺഗ്രസ് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നത്. അത് തെറ്റാണ്. കോൺഗ്രസ് ആ തെറ്റ് പറ്റിയെന്നുള്ള ആളുകളോട് പറയണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപങ്ങളോ മറ്റു കാര്യങ്ങളോ സംശയങ്ങളോ ഉന്നയിക്കാനുണ്ടെങ്കിൽ അതിനെല്ലാം ഉള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ അതിനൊന്നും എതിർക്കുന്നതല്ല, അതൊക്കെ ഉന്നയിക്കാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തി രാഷ്ട്രീയ പ്രേരിതമാക്കി ഈ കേരളത്തിൻ്റെ കായിക അന്തരീക്ഷത്തെ ലോകത്തിൻ്റെ മുന്നിലേക്ക് കാണിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കേരളത്തെ തന്നെ ലോകത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഇത്തരം സാധ്യതകളെ നശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.
അതുകൊണ്ടാണ് അത് അവർ രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് അർജന്റീനിയൻ ടീം കൊച്ചിയിൽ വരുന്നില്ല എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഇന്ന് നടക്കുകയുണ്ടായി ജനറൽ കൌൺസിലിൽ. ഞാനും ബഹുമാനിയായ ശിവകുമാർ തോമസ് ആ വിഷയം ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നയപരമായ തീരുമാനം ജനറൽ കൌൺസിൽ വയ്ക്കുകയും അജണ്ട വയ്ക്കുകയും അത് ചർച്ച ചെയ്യുകയും എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുകയും ആ വ്യക്തതയുടെ അടിസ്ഥാനത്തിൽ ഒരു DPR ഉണ്ടാക്കിയ അത്തരം പ്രവർത്തികൾ അവിടെ നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ജനറൽ കൌൺസിലിൽ ഉന്നയിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനമെടുക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു റെപ്രസെൻറ്റേറ്റീവും GCDയുടെ ചീഫ് എഞ്ചിനീയറും സ്പോൺസറുടെ ഒരു എഞ്ചിനീയർ കൂടി 3 അംഗ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ് അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വെരിഫിക്കേഷൻ നടത്തി അതാത് ദിവസം മീറ്റിംഗ് കൂടി നടത്തുന്നു എന്നുള്ളതാണ് ചെയർമാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വിയോജനക്കുറിപ്പ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി. കാരണം ഇത് സുതാര്യമായി ഒരു ഇൻ്റർനാഷണൽ ടീം ഇവിടെ വന്ന് ഒരു മത്സരം നടത്തുന്നത് ഞങ്ങൾ എതിർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളിതെല്ലാം ഒരു പ്രതിഷേധം ഉണ്ടാക്കരുത്. പക്ഷേ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് GCDA ചെയർമാൻ്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. സ്പോൺസർ അയാളുടെ സ്പോൺസർഷിപ്പിനെ തുടർന്ന് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായി. അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ, എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ, അല്ല ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു. ആ സന്ദർഭത്തിൽ GCDA ചെയർമാൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയും ഇല്ല. സ്പോൺസർ ഈ 30-ാം തീയതി വർക്ക് കഴിഞ്ഞാൽ അദ്ദേഹം പോകണം. തുടർന്ന് അദ്ദേഹം എന്തെങ്കിലും കളി കൊണ്ടുവരികയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. ഒരു ക്ലെയിമും ഇല്ല. അദ്ദേഹത്തിന് ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ക്ലെയിമും ഇല്ല എന്നുള്ളതാണ് GCDA ജനറൽ കൗൺസിൽ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞൊരു പ്രധാന പോയിന്റ്, ഇതൊരു നയപരമായ ഇഷ്യൂ ആണ്. GCDAയുടെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായ സ്റ്റേഡിയത്തിൽ 70 കോടി രൂപ മുടക്കും എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റർ വരുമ്പോൾ സ്വാഭാവികമായും ഒരു നയപരമായ തീരുമാനം GCDA എടുക്കാൻ നിയമപരമായ അധികാരമുള്ളത് ജനറൽ കൗൺസിലിനാണ്. അപ്പോൾ ആ ജനറൽ കൗൺസിൽ ഈ വിഷയം അജണ്ട വെച്ച് ചർച്ച ചെയ്യാത്തതിലുള്ള ഞങ്ങൾക്കുള്ള പ്രതിഷേധവും ശക്തമായി ഞാനും ബഹുമാനിയായ ശിവകുമാർ തോമസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലെയിമും കരാറുകാരന് ഉണ്ടായില്ല എന്നാണ് ചെയർമാൻ ഞങ്ങൾക്ക് തന്ന ഉറപ്പ്. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിനെ തുടർന്നാണ് ഇത് GCDA സ്റ്റേഡിയം ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ഏൽപ്പിച്ചതെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു സുതാര്യതയില്ലാതെ പോകുന്ന കാര്യം വളരെ ആശങ്കാപൂർവ്വം ജനറൽ കൗൺസിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തോ അല്ല, ഇത് ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിയിട്ടുള്ളത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനെയാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചെയർമാൻ വിശദീകരിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ 30-ാം തീയതിക്ക് ശേഷം സ്പോൺസർക്ക് ഒരു ക്ലെയിമും സ്റ്റേഡിയത്തിൽ ഉണ്ടായില്ല എന്നാണ് ജനറൽ കൗൺസിൽ അദ്ദേഹം നൽകിയ ഉറപ്പ്. തുടർന്ന് അദ്ദേഹം എന്തെങ്കിലും കളിയുമായി വരികയാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. കരാറിൻ്റെ കോപ്പി നമ്മൾ കാണിച്ചില്ല. കരാറുണ്ടെന്ന് ഗവൺമെന്റിന്റെ ഉത്തരവാണ് എന്നാണ് ചെയർമാൻ ജനറൽ കൗൺസിൽ വിശദീകരിച്ചത്. ചർച്ച ചെയ്തില്ല. അല്ല, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ഏൽപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫിഫയുടെ റാങ്കിങ് കിട്ടാൻ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എന്തെല്ലാം വർക്കുകളാണ് ചെയ്യേണ്ടത്, അതിനെ സംബന്ധിച്ചൊരു എന്തൊക്കെ വർക്ക് ചെയ്യണം, അതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടോ, ആ എസ്റ്റിമേറ്റ് പ്രകാരമാണോ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഒരു എസ്റ്റിമേറ്റും അതുമായി ബന്ധപ്പെട്ടില്ല. ഈ 3 അംഗ കമ്മിറ്റി, സ്പോൺസറുടെ ഒരു പ്രതിനിധി, GCDAയുടെ ചീഫ് എഞ്ചിനീയർ, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ്റെ ചീഫ് എഞ്ചിനീയർ, ഈ 3 അംഗ കമ്മിറ്റി അതാത് ദിവസം വൈകുന്നേരങ്ങളിൽ ചെയ്ത വർക്കിനെ സംബന്ധിച്ച് കോണ്ടം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ അറിയിക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്.
ഗവൺമെന്റിന്റെ ഉത്തരവുണ്ടെന്നാ പറയുന്നത്, അല്ലാണ്ട് GCD ഉത്തരവ് പ്രകാരമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ ഒരു കരാറും ഉള്ളതായിട്ട് പറഞ്ഞില്ല. ഗവൺമെന്റ് ഉത്തരവിൽ GCDയോട് സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ഇതിന്റെ ഏൽപ്പിക്കാൻ പറഞ്ഞതിനെ തുടർന്ന് GC ഏൽപ്പിച്ചു. കരാറുകാരന് ഒരു 70 കോടിയുടെ കണക്കാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ചോദിച്ചു. അല്ല, GCD ചെയർമാൻ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ ചോദിച്ചു, അദ്ദേഹം പല പ്രാവശ്യം ഇപ്പോൾ 70 കോടി രൂപ മുടക്കി എന്ന് പറയുന്നുണ്ട്. ആ മുടക്കിയ തുകയെ സംബന്ധിച്ച് എന്താണ് ചെയർമാനുള്ള ധാരണ, അത് അദ്ദേഹം പറയുന്ന കണക്കല്ലേ, അത് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നാണ്. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഫിഫ റാങ്കിങ്ങിന് സ്റ്റേഡിയം കിട്ടണമെങ്കിൽ എന്തെല്ലാം വർക്കുകളാണ് ചെയ്യേണ്ടത്, ആ വർക്കുകൾക്കൊരു റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാവണമല്ലോ. പ്യൂർലി എഞ്ചിനീയറിംഗ് എസ്റ്റിമേറ്റ് വേണ്ട, ഒരു റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് വേണമല്ലോ. ആ എസ്റ്റിമേറ്റ് പ്രകാരം എത്ര രൂപയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയും ഇതുവരെ GCDക്ക് ഉണ്ടായിട്ടില്ല. സ്റ്റേഡിയം കൈമാറ്റത്തിൽ GCDക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് ചെയർമാൻ ചന്ദ്രൻപിള്ള പറയുമ്പോൾ, ഇടതുപക്ഷം ഇത് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും മറുപടി കിട്ടിയിട്ടില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. അതുമായി ആ ആരോപണങ്ങൾ തുടരും. അതാണ് ഇതിനകത്ത് ഒരു കൃത്യമായിട്ടുള്ള യാതൊരു സ്ട്രാറ്റജിയോ ഒരു നോട്ട് പോലും ഇതിനകത്ത് കൃത്യമായി ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ കടുപ്പിക്കുന്നു കോൺഗ്രസ്. ഇതിനിടെ ഈ കൗൺസിൽ നടക്കുന്ന ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ തള്ളിക്കയറാനും ശ്രമിച്ചു. അത് സംഘർഷത്തിലേക്കും എത്തി. പ്രവർത്തകർ കായിക മന്ത്രിയുടെ കോലം കത്തിച്ചു. ഷാഫി പറമ്പിൽ MP ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് അനുമതി തേടി CI അഭിലാഷ് ഡേവിഡ്. വടകര റൂറൽ SP നൽകിയ അപേക്ഷ DGPക്ക് കൈമാറി. പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ ആക്രമിച്ചത് അഭിലാഷ് ഡേവിഡാണ്. ഇയാൾ 2 വർഷം മുന്നേ പോലീസിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥനാണെന്നുമായിരുന്നു ഷാഫിയുടെ ആരോപണം. വാർത്താ സമ്മേളനത്തിൽ ഫോട്ടോ സഹിതമാണ് വടകര കൺട്രോൾ റൂം CI അഭിലാഷിനെതിരെ ഷാഫി ആരോപണങ്ങൾ ഉന്നയിച്ചത്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് വടകര കൺട്രോൾ റൂം CI ആയ അഭിലാഷ് ഡേവിഡിന് നേരെ ഷാഫി പറമ്പിൽ MLA ഉന്നയിച്ചത്. ഷാഫിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനായാണ് വടകര കൺട്രോൾ റൂം CI ഇപ്പോൾ ഒരുങ്ങുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് അഭിലാഷ് ഡേവിഡ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി തേടിയിരിക്കുന്നു. വടകര റൂറൽ SPക്ക് ഇക്കാര്യം കാണിച്ച് കത്ത് നൽകുകയും ചെയ്തു. MP തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് കത്തിൽ പറയുന്നത്. ഈ കത്ത് വടകര റൂറൽ SPക്ക് DGPക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു. സംഘർഷത്തിനിടെ അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചത് എന്ന് ഷാഫി പറമ്പിൽ MP ആരോപിച്ചിരുന്നു. എന്നാൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു തനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. MP അടക്കം പങ്കെടുത്ത സംഘർഷ സ്ഥലത്തേക്ക് താൻ പോയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇക്കാര്യങ്ങൾ കാണിച്ച് വ്യാജമായി ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുവെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ മാഫിയ ബന്ധം ആരോപിച്ച് തന്നെ പോലീസ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നും പറയുന്നു. തനിക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ ഇക്കാര്യം സസ്പെൻഷൻ ചെയ്യുകയും പിന്നീട് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി തന്നെ സേനയിൽ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഇക്കാര്യത്തിലടക്കം തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകളാണ് MPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും പറയുന്നു. എന്തായാലും അഭിലാഷ് ഡേവിഡ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും MPയും രംഗത്തെത്തിയിരുന്നു. നടപടി ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിൽ DYSPയുടെ വീട്ടിലേക്കടക്കം മാർച്ച് പ്രഖ്യാപിച്ച് കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യത്തിലാണ് പരാതിയുമായി അഭിലാഷ് ഡേവിഡ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ അഭിമാനമായ റഫാൽ യുദ്ധവിമാനത്തിൽ പറന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഹരിയാന അംബാലയിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് രാഷ്ട്രപതി പറന്നുയർന്നത്. വ്യോമസേന രാജ്യത്തെ ഏറ്റവും വിദഗ്ധനായ പൈലറ്റിനെയാണ് ഈ ദൌത്യത്തിന് നിയോഗിച്ചത്. റഫാലിൽ പറക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 2023 സുഖോയ് 30 അവർ ഹ്രസ്വദൂര പറക്കൽ നടത്തിയിരുന്നു. APJ അബ്ദുൽ കലാമിനും പ്രതിഭ പാട്ടീലിനും ശേഷം യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച 3ാമത്തെ പ്രസിഡന്റ് കൂടിയാണ് ദ്രൗപദി. और ये तस्वीरें इस समय आपको दिखा रहे हैं जब टेक ऑफ इस समय विमान कर चुका है राफेल, जिसमें राष्ट्रपति द्रौपदी मुर्मू इस समय इसमें मौजूद हैं. और
ഓപ്പറേഷൻ സിന്ധൂറിൽ ഇടപെട്ടെന്നും മോദി അടുത്ത സുഹൃത്താണെന്നും ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായുള്ള വാണിജ്യ കരാർ നിർത്തലാക്കുമെന്ന ഭീഷണിയിൽ ഇന്ത്യ വഴങ്ങിയെന്നും മോദി സുന്ദരനാണെന്നും കർക്കശക്കാരനാണെന്നും ട്രംപ് പറഞ്ഞു. 7 യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ട 2 ആണവ ശക്തികളുടെ യുദ്ധമാണ് താൻ അവസാനിപ്പിച്ചത്. ജോ ബൈഡന് ഇതിനൊക്കെ കഴിയുമോ എന്നും ദക്ഷിണ കൊറിയൻ സന്ദർശനത്തിലുള്ള ട്രംപ് ചോദിച്ചു. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. സ്വാഭാവികമായിട്ടും അഭിലാഷ്, BJP ഇത് സ്വാഭാവികമായിട്ടും ട്രംപ് നടത്തുന്ന വിഡ്ഢിത്തരങ്ങളായി വ്യാഖ്യാനിക്കുകയും തള്ളിക്കളയാൻ ചെയ്യാനുള്ള സാധ്യത. പക്ഷേ മറുവശത്ത് നിന്ന് കോൺഗ്രസ് ഈ മുൻപും ചോദിച്ച ചോദ്യം വീണ്ടും ട്രംപ് ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇത് രാഷ്ട്രീയ വിഷയമായി ഉയർത്തിയേക്കാം. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്? ഇപ്പോൾ പറഞ്ഞതുപോലെ ബീഹാർ തെരഞ്ഞെടുപ്പ് നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ട്രംപ് വീണ്ടും ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അമേരിക്ക ഇടപെട്ടു എന്നുള്ള കാര്യം. അതായത് ഇത്തവണ ഈ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ സംസാരിച്ചത് അതുപോലെ മിമിക് ചെയ്യുന്ന തരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് സൗത്ത് കൊറിയയിൽ സംസാരിച്ചത്. അതായത് ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് മോദിയെ വിളിച്ചിട്ട് ഇത്തരത്തിൽ പറഞ്ഞു. അതായത് അമേരിക്കയുമായിട്ടുള്ള വാണിജ്യ കരാർ, ഇന്ത്യയുമായിട്ടുള്ള വാണിജ്യ കരാർ അമേരിക്ക നിർത്താൻ പോവുകയാണ്. അപ്പോൾ മോദി പറഞ്ഞു, അയ്യോ അങ്ങനെ ചെയ്യരുത്, നിർത്തരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നിർത്താതിരിക്കണമെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം, സംഘർഷം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സുന്ദരനായിട്ടുള്ള കർക്കശക്കാരനായിട്ടുള്ള നരേന്ദ്രമോദി അതിന് സമ്മതിച്ചില്ല. ഇതേപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടും സംസാരിച്ചു. അവരുടെ എയർ മാർഷൽ അടക്കം ഇത്തരത്തിൽ സംസാരിച്ചപ്പോൾ ഇന്ത്യയുമായിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് തൻ്റെ ആവശ്യത്തിന് 2 രാജ്യങ്ങളും വഴങ്ങി എന്നുള്ളതാണ് എന്താണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അവകാശവാദമായി ഉന്നയിച്ചിരിക്കുന്നത്. ഈ സംഭവം രാജ്യത്തിനകത്ത്, അതായത് ഇന്ത്യയിൽ ഇതിനിപ്പോൾ എല്ലാ തവണയും മോദിയെ പുകഴ്ത്തുന്ന ഏതൊരു വാക്ക് പറയുമ്പോഴും മോദി തിരിച്ച് നന്ദി പറഞ്ഞ് ട്വീറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇത്തവണ ഈ ഒരു പരാമർശത്തിൽ മോദി ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. കാരണം തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഇന്ത്യയിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വീണ്ടും ഇന്ത്യ തള്ളിക്കളഞ്ഞ കാര്യം വീണ്ടും ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുമ്പോൾ അത് രാഷ്ട്രീയമായി പ്രതിപക്ഷം രാജ്യത്തിനകത്ത് ഉപയോഗിക്കുമെന്നുള്ള കാര്യം കൃത്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ BJPക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ ആയുധമാക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അപർണ. Donald Trump in വാക്കുകളിൽ. So I'm doing a trade deal with India, and I have great respect and love. As you know, for Prime Minister Modi, we have a great relationship. Likewise, the Prime Minister of Pakistan is a great guy, and the Field Marshal, they have a Field Marshal. You know why he's a Field Marshal? He's a great fighter. He really is. He's a great guy, too. And so I know them all. And I'm reading that 7 planes were shot down. They're going at it, and they're really starting to go. And it's a big thing. These are 2 nuclear nations, and they're really going at it. And I called Prime Minister Modi. I said, we can't make a trade deal with you. No, we must make a trade deal. I said, no, we can't. You're starting a war with Pakistan. We're not going to do it. And then I called Pakistan. I said, we're not going to do trade with you because you're fighting with India. And, 2 nuclear nations. And they said, no, you should let us fight. They both said that. They're warring. They're strong people, I'll tell you what. Prime Minister Modi is the nicest looking guy. He says, and he looks like you'd like to have your father, like, he's a killer. He's tough as hell. No, we will fight. I said, whoa, this is the same man that I know. But after a little while, and they're good people, and after literally 2 days, they called up and they said, we understand, and they stopped fighting. How is that? Isn't that amazing? Now, you think Biden would have done that? I don't think so. Most people wouldn't have thought of it, but, they wouldn't have thought of it. No, but here we are, we're doing deals. So you add an extra sentence. ഗസയിലെ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രയേൽ ഇന്നലെ തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ 70ഓളം പേർ കൊല്ലപ്പെട്ടു. തെക്കൻ റഫായിൽ കഴിഞ്ഞ ദിവസം IDF സേനയും ഗസയിലെ സായുധരും തമ്മിലുണ്ടായ ആക്രമണത്തിൽ ഇസ്രയേലി സൈനികന് വെടിയേറ്റിരുന്നു. ആക്രമണത്തിന് പിന്നിൽ ഹമാസ് ആണെന്നും ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം നടപ്പാക്കുന്നില്ലെന്നും ആരോപിച്ചാണ് നെതന്യാഹു ഗസയിൽ വീണ്ടും ആക്രമണം നടത്തുന്നത്. പിന്നാലെ ഇസ്രയേലിന്റെ ആരോപണങ്ങൾ തള്ളി ഹമാസും രംഗത്തെത്തി. അതേസമയം ഇസ്രയേൽ നടത്തുന്ന ആക്രമണം കരാറിനെ ബാധിക്കില്ലെന്നാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രതികരണം. ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദവും പരിശ്രമവും കൊണ്ടാണ് ഗാസയിൽ ആഴ്ചകൾക്ക് മുമ്പ് വെടിനിർത്തൽ നിലവിൽ വന്നത്. എന്നാൽ വെടിനിർത്തലിനെ കാറ്റിൽ പറത്തി സമാധാന കരാറിനെ വകവയ്ക്കാതെ കനത്ത ആക്രമണങ്ങൾക്കാണ് ഇന്നലെ മുതൽ ഇസ്രയേൽ വീണ്ടും തുടക്കമിട്ടിരിക്കുന്നത്.
ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങളിൽ 70ഓളം പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. തെക്കൻ റഫായിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെടിവെപ്പാണ് വീണ്ടും സംഘർഷത്തിലേക്ക് നയിച്ചത്. ഗാസയിലെ സായുധ സംഘവും IDFും തമ്മിലുണ്ടായ വെടിവെപ്പിൽ ഒരു ഇസ്രായേലി സൈനികന് വെടിയേറ്റിരുന്നു. ഇതിനു പിന്നിൽ ഹമാസ് ആണെന്ന് ആരോപിച്ചാണ് നെതന്യാഹു ശക്തമായ ആക്രമണം നടത്താൻ IDFന് നിർദ്ദേശം നൽകിയത്. കൂടാതെ ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം ഹമാസ് അട്ടിമറിക്കുന്നതായും നെതന്യാഹു ആരോപിക്കുന്നു. 27 ബന്ദികളുടെ മൃതദേഹങ്ങളിൽ ഒന്നൊന്ന് കാട്ടി കൈമാറിയത് 2023 കൊല്ലപ്പെട്ട ഇസ്രയേലി പൗരന്റെ മൃതദേഹാവശിഷ്ടമെന്നും ഹമാസ് കരാർ വ്യവസ്ഥ തെറ്റിച്ചുവെന്നും ഇസ്രയേൽ ആരോപിച്ചു. എന്നാൽ ഇസ്രയേൽ ആരോപണങ്ങളെല്ലാം ഹമാസ് തള്ളി. IDFന് നേരെ തങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ലെന്നാണ് ഹമാസിന്റെ വിശദീകരണം. ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം വൈകുന്നതിന് കാരണം അവ പുറത്തെടുക്കാനുള്ള സംവിധാനങ്ങളില്ലാത്തതാണെന്നും ഹമാസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനാൽ അവ ഉടൻ വിട്ടുനൽകില്ലെന്നും ഹമാസ് നിലപാടെടുത്തിരിക്കുകയാണ്. അതേസമയം ഇസ്രായേൽ ആക്രമണത്തെ ന്യായീകരിച്ച് അമേരിക്ക രംഗത്തെത്തി. ഗാസയിൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ അറിയിച്ചുവെന്നും സൈനികർക്ക് നേരെ ഹമാസ് ഇനിയും ആക്രമണത്തിന് തുനിഞ്ഞാൽ കനത്ത നിലപാടെടുക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇപ്പോഴത്തെ ആക്രമണം സമാധാന കരാറിനെ ബാധിക്കില്ലെന്നാണ് JD വാൻസിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ആന്ധ്രയിൽ കനത്ത നാശം വിതച്ച് മോന്താ ചുഴലിക്കാറ്റ് തീരം തൊട്ടു. ആയിരക്കണക്കിന് ആളുകളെ മുൻകൂട്ടി ഒഴിപ്പിച്ചതിനാൽ കാര്യമായ ആൾനാശമില്ല. 4 പേർ മരിച്ചെന്നാണ് റിപ്പോർട്ട്. ഭവ്യ പാർവതിയുടെ റിപ്പോർട്ടിലേക്ക്. ഭവ്യ, വിശദാംശങ്ങളുമായി നമുക്ക് ചേർന്നു. ഭവ്യ, വളരെ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെയായി തീരദേശ ജില്ലകളിലൊക്കെ, എന്നിട്ട് പോലും ആൾനാശം ഉണ്ടായിരിക്കുന്നു. ഇത് ഇപ്പോൾ ആ ആശങ്ക മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളും വരുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ മണിക്കൂറിൽ? അപർണ, നിലവിൽ മോന്താ ചുഴലിക്കാറ്റ് ഉയർത്തിയ വലിയ ആശങ്ക അത് ഒഴിയുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. കാരണം ആന്ധ്ര തീരത്ത് നിന്ന് മോന്താ ചുഴലിക്കാറ്റ് മാറിയിരിക്കുന്നു. ഇപ്പോഴത് ഒഡീഷ തീരത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റായി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ഒഡീഷയിലെ 15 ജില്ലകളിൽ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ അപ്പോൾ പോലും നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ ഒഡീഷയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ആശ്വാസ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ആന്ധ്രയിലാകട്ടെ 4 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ആ 4 മരണവും ഈ ചുഴലിക്കാറ്റ് മൂലമുണ്ടായ കെടുതിയിൽ, വീടുകൾക്ക് മുകളിലേക്ക് മരം വീണുമൊക്കെ ഉണ്ടായ കെടുതികളിലാണ് ഈ 4 മരണവും സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും ആശങ്ക ഒഴിയുന്നൊരു സാഹചര്യമാണ്. ഏറ്റവും പ്രധാനമായി ഈ ആശങ്ക ഒഴിയുന്നുണ്ടെങ്കിൽ പോലും ആന്ധ്രയിൽ റെഡ് അലേർട്ട് പിൻവലിച്ചിട്ടുണ്ട്. നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് ആന്ധ്രയിലുള്ളത്. കൃത്യമായ ഒരു മുന്നൊരുക്കങ്ങളും ആസൂത്രണവും ആന്ധ്ര സർക്കാർ നടത്തിയെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ മുന്നൊരുക്കങ്ങളുടെ ഭാഗം കൂടി തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു ആൾനാശത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനിരുന്നത്. നിലവിൽ 4 മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ പോലും വലിയ നാശനഷ്ടങ്ങൾ, മറ്റ് രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ആന്ധ്രയിൽ ഈ മോന്താ ചുഴലിക്കാറ്റ് വിതച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് എന്തെന്ന് പരിശോധിക്കുകയാണെങ്കിൽ 43,000 ഹെക്ടറിലധികം കൃഷി നശിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ ആന്ധ്രയിൽ നിന്ന് വരുന്നത്. കൃഷി മേഖലയിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടം തന്നെയാണ് ഈ മോന്താ ചുഴലിക്കാറ്റ് വിതച്ചിരിക്കുന്നത്. വൈദ്യുതി മേഖലയിൽ നോക്കുകയാണെങ്കിൽ 22,000-ലധികം കോടിയുടെ നഷ്ടമാണ് മോന്താ ചുഴലിക്കാറ്റ് മൂലം ആന്ധ്രാപ്രദേശിൽ മാത്രം സംഭവിച്ചിരിക്കുന്നത്. സബ് സ്റ്റേഷനുകൾ, ട്രാൻസ്ഫോമറുകൾ എന്നിവ അടക്കം വ്യാപകമായി തകർന്നിട്ടുണ്ട്. 35,000-ലധികം ആളുകൾ ഇപ്പോഴും ക്യാമ്പിൽ തുടരുകയാണ്. അത്തരത്തിൽ ക്യാമ്പിലേക്ക് ആളുകളെ മാറ്റിയത് ഒരു വലിയ ദുരന്തത്തെ തന്നെ ഇല്ലാതാക്കിയെന്ന് വളരെ കൃത്യമായി പറയാൻ സാധിക്കും. ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ശ്രീകാകുളം, വിജയനഗരം, വിശാഖപട്ടണം തുടങ്ങിയ ആന്ധ്രയുടെ പ്രദേശങ്ങളിൽ വലിയ തരത്തിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. 12ഓളം ജില്ലകളിൽ ഇപ്പോഴും കനത്ത മഴ ആന്ധ്രാപ്രദേശിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ മാസം 29-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി വരെ സ്കൂളുകൾക്ക് ആന്ധ്രാപ്രദേശിൽ അവധി നൽകിയിരിക്കുകയാണ്. അതുമാത്രമല്ല, എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ ഇത്തരത്തിലൊരു മോന്താ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയപ്പോൾ മുതൽ കൃത്യമായ മുന്നൊരുക്കങ്ങളിലൂടെയായിരുന്നു ആന്ധ്രാപ്രദേശ് സർക്കാർ മുന്നോട്ട് പോയത് എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ആന്ധ്ര മാത്രമല്ല, ആന്ധ്ര, ഒഡീഷ, തമിഴ്നാട് സർക്കാരുകൾ പൂർണ്ണ സജ്ജമായിരുന്നു. ഇപ്പോൾ ഇതാ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഒഡീഷയിലേക്കാണ് മോന്താ ചുഴലിക്കാറ്റ് നീങ്ങിയിരിക്കുന്നത്. ഒഡീഷയിലാണ് ഇപ്പോൾ അതിൻ്റെ പ്രഭവമായിട്ട് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായി
ഒഡീഷയിൽ വ്യാപകമായ മഴയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതുമാത്രമല്ല, പക്ഷേ ഇതുവരെ അവിടെ ഒരു നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതൊരു അടിയന്തര സാഹചര്യവും ഉണ്ടായാലും അത് നേരിടാൻ വേണ്ടി സർക്കാരുകൾ സജ്ജമാണ്. ദുരന്ത നിവാരണ സേനയെ അടക്കം സൈന്യത്തെ അടക്കം ഇറക്കിക്കൊണ്ടുള്ളൊരു മുന്നൊരുക്കമായിരുന്നു, തയ്യാറെടുപ്പായിരുന്നു ഈ മോന്തയെ നേരിടാൻ വേണ്ടി സർക്കാരുകൾ, ഈ 3 സംസ്ഥാനത്തെയും സർക്കാരുകൾ സ്വീകരിച്ചിരുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം താഴേക്കിടയിൽ നിന്നുള്ള അപ്ഡേറ്റുകളാണ്. താഴേക്കിടയിൽ നിന്നുള്ള രീതിയിലടക്കം വലിയ തരത്തിലുള്ളൊരു മുന്നൊരുക്കങ്ങൾ, സജ്ജീകരണങ്ങൾ സർക്കാരുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഫുട്പാത്തുകളിൽ നിന്നടക്കം ആളുകളെ ഒഴിവാക്കുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക്, ബീച്ചുകളിലേക്കൊക്കെയുള്ള ആളുകളെ തുടക്കത്തിൽ തന്നെ വിലക്കുന്നു. പൂർണ്ണമായും വീടുകളിൽ തന്നെ തുടരാനുള്ള നിർദ്ദേശം കൃത്യമായി ആളുകൾക്ക് നൽകി എന്നുള്ളത് തന്നെയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശമായിരുന്നു ആന്ധ്ര സർക്കാർ നൽകിയത്. ഓരോ മണിക്കൂറിലും സ്ഥിതിഗതികൾ കൃത്യമായി ആന്ധ്ര ഗവൺമെന്റ് വിലയിരുത്തുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയോടടക്കം ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി അടക്കം ആരാഞ്ഞിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ എന്തായാലും തമിഴ്നാട്ടിലടക്കം വിവിധ ഇടങ്ങളിൽ വലിയ മഴയുണ്ട്. ഒഡീഷയിൽ കനത്ത മഴയാണ് ഈ മണിക്കൂറിൽ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പൂർണ്ണമായും ഒഡീഷയിലെ 15 ജില്ലകളിൽ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ച ഒരു സാഹചര്യം ഉണ്ട്. ഈ പൂർണ്ണമായും ഈ മോന്ത ചുഴലിക്കാറ്റ് വടക്കോട്ട് മാറുന്നതോടുകൂടി കേരളത്തിലും മഴ കുറയും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം അവിടെ സജ്ജമായതുകൊണ്ട് തന്നെ അവശ്യ സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ വീടുകളിലേക്കും മറ്റ് ക്യാമ്പുകളിലേക്കും എത്തിക്കാൻ സാധിച്ചിരുന്നു സർക്കാരിന് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. മോന്തയുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായും ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് പ്രദേശം വിടുന്നത് വരെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ തുടരും എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നൽകിയത് മോന്ത ചുഴലിക്കാറ്റ് വിതച്ച നാശനഷ്ടങ്ങൾ, ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു ആശ്വാസത്തോടുകൂടി. അതേസമയം കേരളത്തിൽ ഇന്നും മഴ തുടരും. തെക്കൻ മധ്യ കേരളത്തിലാണ് മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ അടിമാലി ദേവികുളം മേഖലയിൽ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത. ശക്തമായ മഴ ഈ മേഖലയിൽ തുടരുകയാണ്. വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ അപകടത്തിൽപ്പെട്ട സന്ധ്യയുടെ കാൽ മുറിച്ചു നീക്കി. അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ ഇപ്പോഴും അപകട സാധ്യത നിലനിൽക്കുകയാണ്. ശക്തമായ മഴയുള്ളതിനാൽ മേഖലയിൽ വീണ്ടും മണ്ണിടിയുമോ എന്നാണ് ആശങ്ക. റോഡിടിഞ്ഞ സ്ഥലത്ത് രാത്രിയാത്രാ നിരോധനം തുടരുകയാണ്. എന്നാൽ പകൽ നിയന്ത്രണ വിധേയമായി വലിയ വാഹനങ്ങളടക്കം കടത്തിവിടുന്നുണ്ട്. അപകട സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ദേശീയപാത അതോറിറ്റി PWD, റവന്യൂ, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത ഭാഗത്താണ് അപകടം സംഭവിച്ചതെങ്കിലും ഇതാണ് അപകടത്തിന് കാരണമായതെന്ന് സമ്മതിക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതർ തയ്യാറായില്ല. അതേസമയം വീടിനു മുകളിൽ മണ്ണിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ പരുക്കേറ്റ സന്ധ്യയുടെ ഇടതുകാൽ മുറിച്ചുമാറ്റി. മുട്ടിന് താഴെയാണ് മുറിച്ചുമാറ്റിയത്. അപകടത്തിൽ സന്ധ്യയുടെ ഭർത്താവ് ബിജു മരിച്ചിരുന്നു. എന്നാൽ ബിജുവിന്റെ മരണവാർത്ത സന്ധ്യയെ ഇതുവരെ അറിയിച്ചിട്ടില്ല. പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ച 8 കുടുംബങ്ങളെ കത്തിപ്പാറ KSEB ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. അടിമാലിയിൽ മണ്ണിടിച്ചിലിൽ ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയുടെ ചികിത്സാ ചെലവ് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഏറ്റെടുക്കും. സന്ധ്യയുടെ സഹോദരൻ സന്ദീപിന്റെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. സന്ധ്യയുടെ പേശികൾ ചതഞ്ഞു പോയതിനാൽ ഒരു കാല് മുറിച്ച് മാറ്റേണ്ടി വന്നു. കേരള കോൺഗ്രസിന്റെ തട്ടകമായ പാലാ തിരിച്ചുപിടിക്കാനുള്ള കഠിന ശ്രമത്തിൽ UDF നേതൃത്വം. മാണി ഗ്രൂപ്പിന്റെ കരുതൽ പാലാ നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് ഇടത് മുന്നണിയും. ചെയർമാൻ പദവി വനിതാ സംവരണമായ സാഹചര്യത്തിൽ നിഷ ജോസ് കെ മാണി തന്നെ കളത്തിലിറങ്ങുമെന്ന അഭ്യൂഹവും പ്രചരിക്കുന്നുണ്ട്. 26-ൽ 17 സീറ്റും നേടിയായിരുന്നു കഴിഞ്ഞ തവണ LDF ഭരണം പിടിച്ചത്. ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് കോട്ടയത്ത് എവിടെ എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമായി മാറുകയാണ് പാലാ നഗരസഭ. കഴിഞ്ഞ തവണ ജോസ് കെ മാണിയുടെ കരുത്തിൽ, ജോസ് കെ മാണി വിഭാഗത്തിന്റെ കരുത്തിലായിരുന്നു ഇടതുമുന്നണി വർഷങ്ങൾക്ക് ശേഷം പാലാ നഗരസഭ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആ ഭരണം നിലനിർത്താനാകുമോ, അതോ UDF വളരെ ചെറിയ വോട്ടുകൾക്ക് നിരവധി വാർഡുകളിൽ തോറ്റിരുന്നു, ആ വാർഡുകളെല്ലാം പിടിച്ചുകൊണ്ട് വീണ്ടും UDFിലേക്ക് പാലാ നഗരസഭ എത്തുമോ, ഈ ചോദ്യമാണ് ഉയരുന്നത്. ഇതിനിടെയാണ് നിഷ ജോസ് കെ മാണി പാലായിൽ മത്സരത്തിനിറങ്ങുന്നു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ മത്സരിച്ച് വിജയിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത്. അതിന് പ്രധാന കാരണമായി ഉയർന്നു വരുന്നത്
ഇതൊരു വനിതാ സംവരണ സീറ്റായി മാറിയിരിക്കുന്നു. നിഷ ജോസ് കെ മാണി ജയിച്ചാൽ സ്വാഭാവികമായും നഗരസഭാ അധ്യക്ഷയായി മാറും എന്നതാണ് പ്രചരിക്കുന്ന അഭ്യൂഹം. എന്തായാലും നിലവിൽ ഇതിനില്ല എന്ന നിലപാടാണ് നിഷ ജോസ് കെ മാണി പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് നിഷ ഇറങ്ങിയാൽ അത് കൂടുതൽ ഗുണം ചെയ്യും. കഴിഞ്ഞ തവണ പല സീറ്റിലും ചെറിയ വോട്ടിനാണ് തോറ്റത്. അതുകൊണ്ട് തന്നെ UDF-ന് ഇത് ഗുണമായി LDF-ന് ഇത് ഗുണമായി മാറും എന്ന ചർച്ചകളും പാർട്ടിക്കുള്ളിലും അത്തരം അഭിപ്രായമുള്ളവർ ഉണ്ട്. UDF-ൽ ഉള്ളവരും നിഷ ഒരുപക്ഷെ ഇറങ്ങിയേക്കും എന്ന കരുതലിലാണ് കളം ഒരുക്കുന്നത്. എന്തായാലും ഇത്തവണ കടുത്ത പോരാട്ടം പാലായിൽ നടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. അവിടെ കേരള കോൺഗ്രസ് എമ്മിന് ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം പല മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. ജോസ് കെ മാണി ഒരു ഘട്ടത്തിൽ കടുത്തുരുതിയിലേക്ക് മാറുമോ എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാലാ നഗരസഭ ലഭിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാല ഉൾപ്പെടെയുള്ളവരിൽ പിന്നോട്ട് പോയാൽ അത് ഒരുപക്ഷെ ജോസ് വിഭാഗത്തെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന കാരണമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. തൃശൂർ കോർപ്പറേഷനിൽ ഇത്തവണ പോരാട്ടം കടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ നേട്ടം നിലനിർത്തി കോർപ്പറേഷൻ പിടിക്കാൻ BJP ശ്രമിക്കുമ്പോൾ ഇടത് വലത് ക്യാമ്പുകൾ ലോക്സഭയിലെ ക്ഷീണം മറികടക്കാനുള്ള തന്ത്രമൊരുക്കും. തൃശൂരിൽ BJPയുടെ വളർച്ചയെ സുരേഷ് ഗോപിക്ക് മുൻപും അതിനുശേഷവുമെന്ന് കാണണം. തൃശൂർ നിയമസഭാ മണ്ഡലം പൂർണ്ണമായും ഉൾപ്പെടുന്നതാണ് കോർപ്പറേഷൻ വാർഡുകൾ. 2020-ൽ 6 സീറ്റുകൾ മാത്രമാണ് BJPക്ക് കോർപ്പറേഷനിൽ നേടാനായത്. എന്നാൽ 21-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഇറങ്ങിയതോടെ 25 വാർഡുകളിൽ 1-ാം സ്ഥാനത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 31-ആയി ഉയർന്നു. ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിലെ 4 വാർഡുകളിലും 1-ാമതായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 12 വാർഡുകളിൽ 2-ാം സ്ഥാനത്തെത്തിയതും BJPക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP ഭരിക്കാൻ പോകുന്ന ഒരു പാർട്ടിയായിട്ട് ജനങ്ങൾ അതിനെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി എഫക്റ്റ് മാത്രമല്ല, BJPയുടെ കേന്ദ്ര ഭരണവും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വവും ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP ഈ കോർപ്പറേഷനിൽ 30+ സീറ്റ് പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ BJPയുടെ ഈ നീക്കത്തിന് തുടക്കത്തിലെ തടയിടുകയാണ് ഇടത് വലത് ക്യാമ്പുകൾ. BJP അവതരിപ്പിക്കുന്ന നിയമസഭാ ലോക്സഭാ കണക്കുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏശാറില്ലെന്നാണ് ഇവരുടെ ആത്മവിശ്വാസം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയുടെ ഞെട്ടൽ മാറിയിട്ടില്ല. മറുപടി നൽകാനുള്ള അവസരം തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. കോർപ്പറേഷൻ വിട്ട കൊടുക്കില്ലെന്ന് ഇടത് വലത് ക്യാമ്പുകൾ ഉറപ്പു പറയുന്നു. പക്ഷേ ഇരുചേരിയിൽ നിന്നും വോട്ട് ചോർത്തിയ BJP മുന്നേറ്റം തദ്ദേശത്തിലും ആവർത്തിക്കുമോ? വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ 1.5 വർഷം പിന്നിടുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സുരേഷ് ഗോപി പൂർണ്ണ പരാജയമാണ് എന്നാണ് കാണുന്നത്. ഈ 1.5 വർഷം കൊണ്ട് തൃശൂർ കോർപ്പറേഷന് വേണ്ടിയിട്ടോ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ടോ തൃശൂർ പാർലമെന്റിന് വേണ്ടിയിട്ടോ സുരേഷ് ഗോപി എന്നും ചെയ്തതായിട്ട് കാണുന്നില്ലെന്ന് മാത്രമല്ല, പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ വരുമ്പോൾ സമീപത്തു നിന്ന് ആളുകളെ മാറ്റി നിർത്തുന്നത് പോലെ മാറിപ്പോ എന്നുള്ള ഒരു ജനങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു സമീപനം സുരേഷ് ഗോപിയിൽ നിന്നുണ്ടാകുന്നു. അത് ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതെല്ലാം ജനങ്ങൾ കാണുന്നു, മനസ്സിലാക്കുന്നു. അസാധാരണ സാഹചര്യം തൃശൂരിലുണ്ട്. പഴയ കോൺഗ്രസ് തട്ടകത്തിൽ കഴിഞ്ഞ തവണ വിമതനായെത്തിയ MK വർഗീസ് ഭരണപ്രതിസന്ധി മുതലെടുത്ത് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന മേയറായി. പക്ഷേ MK വർഗീസിന് ഇപ്പോൾ കൂറ BJPയോടാണ്. BJP താൽപര്യം പലപ്പോഴും പരസ്യമാക്കുന്ന സ്വന്തം മേയറെ പിന്തുണയ്ക്കേണ്ട ഗതികേടിലായിരുന്നു ഇടതുമുന്നണി. ഇക്കാര്യത്തിൽ CPI നേരത്തെ തന്നെ മുന്നണി നേതൃത്വവുമായി ഉടക്കി. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുമ്പോഴും തൻ്റെ BJP സ്നേഹം പരസ്യമായി പറയാൻ MK വർഗീസിന് മടിയുമില്ല. എനിക്ക് ആര് ഫണ്ട് തന്നാലും ഞാൻ സ്വീകരിക്കും. എനിക്ക് അങ്ങനെ വിവിധ രാഷ്ട്രം അങ്ങനെയൊന്നുമില്ല. എൻ്റെ നാടിന് അമേരിക്കക്കാരൻ വന്നിട്ട് കേരളത്തിലേക്ക് തൃശ്ശൂരിനെ നന്നാക്കൂല. നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഓരോ വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ് നാടിനോടുള്ള പ്രത്യേക സ്നേഹം. അത് ഞാൻ കാണിക്കുന്നുണ്ട്. അതിൽ ആര് കാശ് തന്നാലും, ആര് സമ്പത്ത്, BJP ആയാലും കോൺഗ്രസ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും, ഇനി കേന്ദ്രത്തിൽ നിന്ന് വിട്ടുപുറത്ത് മറ്റ് അബ്രോഡ്സ് ആര് തന്നാലും സാമ്പത്തിക സഹായം കോർപ്പറേഷന്റെ പേരിൽ വന്നാൽ അത് അവർ പറയുന്ന ആ പദ്ധതി നടപ്പിലാക്കലാണ്. രാഷ്ട്രീയത്തിനപ്പുറം വോട്ടുകളെ സ്വാധീനിച്ചതാണ് ലോക്സഭയിൽ സുരേഷ് ഗോപിക്ക് നേട്ടമായത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിനുള്ള സാധ്യതയില്ല. കൃത്യമായ രാഷ്ട്രീയം പറയുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം പൊടിപാറുമെന്നുറപ്പ്. വിമതനിലൂടെ ഭരണം നിലനിർത്താൻ കഴിഞ്ഞ ഇടതുമുന്നണിക്ക് ഇക്കുറി വ്യക്തമായ മാർജിനിൽ മറുപടി നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് UDFന്റെ ആത്മവിശ്വാസം. എന്നാൽ ഇതൊന്നുമല്ല രാഷ്ട്രീയ കേരളം തൃശൂരിലേക്ക് ഉറ്റുനോക്കുന്നതിന്റെ കാരണം.
സുരേഷ് ഗോപിയിലൂടെ BJP നേടിയ വിജയം ഏതെങ്കിലും രീതിയിൽ തൃശൂരിൽ പ്രതിഫലിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 തൃശൂർ. വെൽഫെയർ പാർട്ടിയുമായി സഹകരിക്കാവുന്ന ഇടങ്ങളിൽ സഹകരിച്ചു പോകാമെന്നാണ് ആലോചനയെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PM A സലാം. ഇടതുപക്ഷത്തിനും BJPക്കുമെതിരെ നിൽക്കുന്നവരെല്ലാം ഒരുമിച്ച് പോവുകയാണെന്നുള്ളത്. എന്നാൽ PV അൻവറും വെൽഫെയറും UDFന്റെ ഘടകകക്ഷികളാകുമോ എന്ന് പറയാനാകില്ലെന്നും PM A സലാം പറഞ്ഞു. എന്നാൽ അൻവർ സ്ഥാനാർത്ഥികളെ സ്വന്തം നിലയിൽ നിശ്ചയിച്ചത് ശരിയായില്ല എന്നും സലാം തുറന്നടിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേതിന് സമാനമായ രീതിയിൽ അൻവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തരുതായിരുന്നു. കൂടിയാലോചനകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് പ്രതീക്ഷയെന്ന് PM A സലാം പ്രതികരിച്ചു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാമാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുതൽ വെൽഫെയർ പാർട്ടി UDFനൊപ്പം തന്നെ എന്ന തരത്തിലാണ് അവർ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും അവരുടെ സമീപനം എങ്ങനെ തന്നെയാണ്, അവരോടുള്ള സമീപനം എങ്ങനെയാണ്? അല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, അതിൻ്റെ മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കഴിഞ്ഞ തവണ ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ വെൽഫെയർ പാർട്ടി UDFനെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായം തുടരുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സഹായം സ്വീകരിക്കുന്നതിന് UDFന് യാതൊരു വിരോധവുമില്ല. പ്രാദേശികമായി UDF ഘടകങ്ങളുമായി സഹകരിച്ച് അവർ നീക്കുപോക്കുകളോ അഡ്ജസ്റ്റ്മെൻറ്റുകളോ ഉണ്ടാക്കുകയാണെങ്കിൽ UDFന് അതിൽ വിരോധമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ബാധകളില്ലാത്ത സഹകരണമാണോ? അതെ, സഹകരണമാണ്. UDFന്റെ നിലപാടുകളെ അവർ അംഗീകരിക്കുന്നു. CPMന്റെയും BJPയുടെയും നിലപാടുകൾ രാജ്യത്തിനും ജനങ്ങൾക്കും എതിരാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ UDFന്റെ കൂടെ നിൽക്കാനും UDFനെ സഹായിക്കാനും അവർ തയ്യാറാണ്. ആ സഹായം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമില്ല എന്നുള്ളതാണ് UDFന്റെ നയം. വെൽഫെയറിന് ഘടകകക്ഷിയാക്കുന്ന തരത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തേക്ക് ഒരു സാധ്യതകൾ മുന്നിൽ നിർത്തിയിട്ടല്ലേ ഇത്തരത്തിലുള്ള ചർച്ചകൾ? അല്ല, അത്തരം ചർച്ചകളിലേക്കോ തീരുമാനങ്ങളിലേക്കോ ഒന്നും പോയിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. സാഹചര്യങ്ങളനുസരിച്ച് സഹകരണം മാത്രമാണ്. അല്ല, ഇപ്പോൾ പ്രാദേശികമായ പരസ്പര ധാരണയാണ് ഉള്ളത്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളിലേക്ക് ചർച്ചകൾ പോവുകയോ തീരുമാനം ഉണ്ടാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ PV അൻവർ UDFനോടൊപ്പം നിൽക്കുമെന്ന് പല സ്ഥലത്തായി പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം അൻവർ പലയിടത്തും തൻ്റെ സ്ഥാനാർത്ഥികളെ, തൃണമൂൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അൻവറുമായി സഹകരിക്കുന്ന തടസ്സമാകും? അൻവർ, ഞാൻ പറഞ്ഞല്ലോ, വെൽഫെയർ UDFുമായി സഹകരിക്കുന്നു, UDFന്റെ നയങ്ങളുമായി യോജിക്കുന്നതുകൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കാൻ അവർ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നു. ഞങ്ങളത് സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ അൻവറും LDF ആണ് അൻവറിൻ്റെ മുഖ്യ ശത്രു. പിണറായി വിജയൻ്റെ നിലപാടുകളും CPM ഭരണത്തിൻ്റെ ഗതികേടുകളും പറഞ്ഞുകൊണ്ടാണ് UDFുമായി സഹകരിക്കാൻ അൻവർ തയ്യാറാകുന്നത്. ആ സഹകരണം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ അത് സഹകരണമായിരിക്കണം. ഏകപക്ഷീയമായ ഡിക്റ്റേഷൻ വന്നിട്ട് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വന്നാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പരസ്പരം പ്രാദേശികമായി നിലമ്പൂരും പരിസരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് UDFന്റെ നേതാക്കന്മാരൊക്കെ വെച്ച് ചർച്ച ചെയ്തിട്ട് പരസ്പരം സഹകരിക്കുന്നതിന് UDFന് വിരോധമില്ല. PM A സലാമിന്റെ പ്രതികരണമാണ് കണ്ടത്. അൻവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിലെ കടുത്ത അതൃപ്തി കൂടി മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്നു. കലൂർ സ്റ്റേഡിയം നവീകരണത്തിലെ GCDA ഒരു കരാറിലും ഒപ്പുവെച്ചിട്ടില്ല എന്ന് ഹൈബീഡൻ MP. 70 കോടി രൂപയുടെ എസ്റ്റിമേറ്റോ ബ്രേക്കപ്പോ ഇല്ല. മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതായും മുഖ്യമന്ത്രി വിശദീകരിക്കട്ടെ എന്നും ഹൈബീഡൻ പറഞ്ഞു. ആ വെർബൽ എഗ്രിമെന്റ് അല്ലാതെ ഒരു തരത്തിലുമുള്ള കോൺട്രാക്ട് ഇതിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഇവർ സൈൻ ചെയ്തിട്ടില്ല. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. മന്ത്രി ബോള് GCDയുടെ കോർട്ടിലേക്ക് തട്ടി, GCDയെ ആ ബോള് കേരള സ്പോർട്സ് ഫെഡറേഷന്റെ കോർട്ടിലേക്ക് തട്ടി, കേരള സ്പോർട്സ് ഫെഡറേഷൻ ഇത് സ്പോൺസറുടെ കോർട്ടിലേക്ക് തട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ പാസ് ചെയ്ത് കളിക്കുന്നതല്ലാതെ ആരും ഇത് സംബന്ധിച്ച് ഒരു വ്യക്തതയും നാളിതുവരെ നൽകിയിട്ടില്ല. ഇപ്പോൾ ഇന്നാണ് GCDA ചെയർമാൻ പ്രതികരിച്ചിട്ടുള്ളത്. അവിടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു, 70 കോടി രൂപയുടെ പ്രവർത്തനങ്ങളുടെ എസ്റ്റിമേറ്റോ അതിൻ്റെ ഡീറ്റെയിൽഡ് ബ്രേക്കപ്പ് പ്ലാനോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 70 കോടി രൂപ ഞാൻ ചെലവഴിക്കും എന്ന് പറയുമ്പോൾ ആ 70 കോടി രൂപ ഏതെല്ലാം ഹെഡ്സിലേക്കാണ് ചെലവഴിക്കുന്നത് എന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാവണം.
കോഴിക്കോട് കട്ടിപ്പാറ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി കോഴിക്കോട് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് നടക്കും. വൈകിട്ട് 5 മണിക്ക് കളക്ടറേറ്റിലാണ് യോഗം. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. യോഗത്തിന് മുന്നോടിയായി ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥരും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും ഫ്രഷ് കട്ടിന്റെ പ്രവർത്തനം സംബന്ധിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സർവകക്ഷി യോഗത്തിൽ ഫ്രഷ് കട്ട് വിരുദ്ധ സമരസമിതി നേതാക്കളെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ഫ്രഷ് കട്ടിന്റെ പ്രവർത്തനം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച താമരശ്ശേരിയിൽ ഇന്ന് ഉച്ചവരെ കടകൾ അടച്ചിടുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിയമവഴി തേടാൻ സിപിഎമ്മും കോൺഗ്രസും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ എതിർപ്പറിയിച്ചു. എന്നാൽ SIR നടപ്പാക്കുന്നത് നീട്ടിവെക്കരുതെന്ന് യോഗത്തിൽ BJP നിലപാടെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി സഹകരിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും രാഷ്ട്രീയ പാർട്ടികൾ അറിയിച്ചു. തൃശൂർ കുതിരാനിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. ഫോറസ്റ്റ് വാച്ചർ ബിജുവിനാണ് പരിക്കേറ്റത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ബിജുവിനെ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ബിജു ചികിത്സയിലാണ്. പ്രദേശത്ത് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ദൃശ്യം പുറത്തുവന്നു. മലപ്പുറം എടപ്പാൾ മാണൂരിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. മൂവാറ്റുപുഴ സ്വദേശിയായ കാർ യാത്രികനും പരിക്കേറ്റു. പരിക്കേറ്റയാളെ എടപ്പാളിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ അപകടമുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു. കൊല്ലം കൊട്ടിയത്ത് ആംബുലൻസ് ഡ്രൈവർക്ക് മർദ്ദനം. ബൈക്കിലെത്തിയ 3-അംഗ സംഘമാണ് മർദ്ദിച്ചത്. പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് രാത്രി രോഗിയുമായി കൊട്ടിയം കിംസ് ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം.